ഉമ്മ, ഞാൻ കുളിക്കാൻ പോണോ? ഇതായി പുറത്ത് നോക്കിയിട്ട് ഈ മകള് പറഞ്ഞതാണല്ലോ ഞാൻ കുളിക്കാൻ പോവാന്ന്. ഇങ്ങനെ കൊണ്ട് തോറ്റു. തോർത്തുമ്മ. ഷഹാന, ഷഹാന, ഇവളെവിടെ? ഷഹാന, ഷഹാന, അതെന്ത് ഉറക്കോ? ഇതിന്റെ ഉള്ളിന്നാണല്ലോ സൗണ്ട്. ഇതാരെ പുറത്തുനിന്ന് കൂട്ടിയിട്ട് ഉമ്മ തന്നെയല്ലേ? എന്നിട്ട് ഇതിൽ കൂടെ നടന്നിട്ട് എന്നെ പേടിപ്പിക്കല്ലേ? ഞാനാ? എന്തൊക്കെയാ വേണ്ട നീ പറയുന്നത്? ഞാനൊന്നുമല്ല കുറ്റിയിട്ടത്. ഇനി മറ്റേ അമ്മായി ആയിരിക്കുവോ? അമ്മായിയാ? കുട്ടിയെ ഇത്തിരി കുടിക്കാൻ വെള്ളം കൊണ്ടുവാ. അതാ അമ്മായി മേലെയാണ്. അപ്പൊ പിന്നെ ആരാണ്ടി? അപ്പൊ അമ്മായിയും അല്ലേ നിങ്ങളും അല്ലേ? പിന്നെ ആരാണ്? ഉമ്മ, ഞാനന്ന് വക്കീൽ നോട്ടീസ് അപ്പാന്റെ റൂമിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ ദിവസം എന്നെ ആരോ കൂട്ടിയിട്ടുണ്ടായിരുന്നു പുറത്തു നിന്ന്. പിന്നെ ഒക്കെ രാവിലെ വന്നിട്ട് തുറന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഡി, എന്തോ ഉണ്ട് ഈ വീട്ടില്, അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ കണ്ട പോലെ അമ്മായി മറ്റേ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മായിന്റെ കഥ അതോടെ കഴിയും. പിന്നെ അമ്മായിന്റെ മരണത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കുറച്ച് വെള്ളം കൊണ്ടുപോവാ കുട്ടിയെ. അതാ അവിടെ കിടന്ന് കാറണം. നീ കൊണ്ട് കൊടുക്ക് വെള്ളം. എനിക്ക് താഴെ എവിടെയെങ്കിലും റൂം തന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ മേലെ കയറി ഇറങ്ങി എന്റെ കാലുമുട്ടൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഷഹാന, ഒരു ചായ താ കുട്ടി. ഓ, ഇതിനെ കൊണ്ട് വലിയ ശല്യമായില്ലോ. ഒരു പണി നേരം വേണം ചെയ്യാനായിട്ടില്ല. നോമ്പ് കൊടുക്കൂല്ലേ? നോമ്പ് കാലത്ത് ഞാൻ ചായയും കുടിച്ച് നടക്കണം. മധുരം വേണ്ടട്ടാ, ഷുഗറാണ്. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി. ഇനിയിപ്പൊ എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കണം തോന്നുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് തന്നെ. അവനെ വിളിച്ച് രണ്ട് പറയട്ടെ. ദാ മുജീബേ, നീ ഇതിനു വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവിടെ ഒരു ചായ ചോദിച്ചിട്ട് തരാൻ ആളില്ല. ഇനിയിപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കണ. അമ്മായി, അവിടെ ഷഹാനി ഉണ്ടല്ലോ അമ്മായി, ചോദിച്ചാ പോരെ? ഞാനൊക്കെ ചോദിച്ചു കുട്ടിയെ. അവൾക്ക് അവിടെ അടുക്കളയിൽ കൈയൊഴിവില്ലാന്ന്. അമ്മായി എന്നെ ഫോൺ വെക്ക്, ഞാൻ ഷഹാനെ വിളിച്ച് പറയാം. ശരി. ഇക്കയാണല്ലോ. ഹലോ ഇക്ക. നീ എന്താ അവിടെ കാണിക്കുന്നത്? അമ്മായിക്ക് ചായ ചോദിച്ചാൽ ചായ കൊടുത്തുവിടുന്നത് എനിക്ക്. ആർക്ക് വേണ്ടിയിട്ടാണ് അമ്മായി അവിടെ വന്ന് നിൽക്കുന്നത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് നീ എന്താ അമ്മായിനെ ശ്രദ്ധിക്കാത്തത്? അപ്പഴേക്ക് അവിടെ വിളിച്ച് പറഞ്ഞാ? അപ്പൊ അമ്മായി എന്റെ അടുത്ത് പറഞ്ഞതാണ് എന്നിട്ട്. നിങ്ങൾ അവിടെ അമ്മായിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മായി എന്നെ വിളിക്കുവോ? ഞാൻ നോക്കിക്കോളാം. ശരി. അപ്പഴേക്ക് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരിക്കും. ഇതമ്മായി ചായ. നിന്റെ കെട്ടിയവന്റെ അമ്മായിനെ കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്. അതെടുക്ക് ഇതെടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടതിന് ഒരു 100 കാര്യങ്ങൾ പറയും. എന്തോ എന്റെ അമ്മായിയമ്മനെ പോലെയാണ് നിന്റെ അമ്മായി കാണിക്കുന്നത്. ഇനിയിപ്പോ ഇക്ക വരുന്നവരെ ഈ അമ്മായിനെ സഹിക്കുക തന്നെ വേണ്ടേ? ഒരു 4 ദിവസം തന്നെയല്ലേ. മുജീബ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അമ്മായിനെ പറഞ്ഞു വിടണം. അതുവരെ ഒന്ന് സഹിച്ചാൽ മതിയല്ലോ.
നീ ആ ലൈറ്റ് എടുത്ത്. എന്താണ്ടി അവിടെ? നീ ഒന്ന് പോയി നോക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കാനാ? എനിക്ക് പേടിയാണ്. നിങ്ങൾ വരും, നമുക്ക് രണ്ടുപേരും കൂടി പോയി നോക്കാം. നടക്കാങ്ങട്. അല്ലോ, എന്താണ്ടി അവിടെ ആരും ഇരിക്കണമ്മ. അത് അമ്മായിയാണ് പെണ്ണേ. അമ്മായ? അമ്മായി, നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കണത്? അവിടെ റൂമിൽ പോയി കിടന്നൂടെ? രാത്രി ഇങ്ങനെ അടിച്ചു നടക്കാണ്ട് എന്തിനെങ്ങനെ ഗ്ലാസ് ഒക്കെ തട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കണത്? എന്താണ്ടി ഒന്നും മുണ്ടണില്ലല്ലോ. അമ്മായെ എണീക്ക്, ഞാൻ അവിടെ കൊണ്ടാക്കി തരാം. എണീക്ക്. നോക്കി നോക്കി വീഴണ്ട. ഇപ്പൊ നേരെ നടക്കണൊക്കെ ഉണ്ടല്ലോ. രാവിലെയൊക്കെ കാലുവേദന എന്ന് പറഞ്ഞ്. ഇതെന്താ അമ്മായി എൻ്റെ മുമ്പില് ബാക്കിലും? ഇവളിനെ എന്താ കാണാത്ത? അമ്മായിനെ കൊണ്ടാക്കാൻ പോയിട്ട് കുറെ നേരമായല്ലോ. എന്താ പറഞ്ഞേ? എവിടെ കിടക്കണ്? ഷഹാന, 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 എന്താണ്? അമ്മായി, അമ്മായിനെ കൊണ്ടാക്കിയില്ലേ റൂമില്? അതല്ലമ്മ, അമ്മായിനെ ഞാൻ കൊണ്ടാക്കുമ്പോ അമ്മായി എന്റെ ബാക്കിലായിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കണ് അമ്മായിന്റെ മുമ്പില്. എനിക്കിനി വയ്യ ഈ വീട്ടിലിരിക്കാന്, ഞാൻ പോവാണ്. ഉമ്മ പോയ അപ്പൊ ഞാനോ? നീ ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചോ? അതാ നല്ലത്. മുജീബിന്റെ അടുത്ത് വന്നിട്ട് പറ. ഡി, ചായ. ഇതിലെന്താ മധുരമില്ലല്ലോ? മധുരോട്. അമ്മായി തന്നെയല്ലേ പറഞ്ഞത് മധുരം വേണ്ട, ഷുഗർ ആണെന്ന്. അത് ഞാനല്ലല്ലോ പറഞ്ഞത്, അമ്മായിയല്ലേ. അമ്മായിയാ? അപ്പം പിന്നെ ഇതാരാണ് അമ്മായി അല്ലാണ്ട്? ഈ തളയ്ക്ക് പ്രാന്താണ് തോന്നുന്നുണ്ട്.
ഇതാ. ഉമ്മ, അമ്മായിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും മെന്റലോ വല്ലതും? എന്താ കാര്യം ചോദിക്കാൻ? എന്തോ കാണുമ്പോ അതുപോലെ തോന്നുന്നു. ഒരിക്കൽ പറയും ചായയിൽ മധുരം വേണ്ടാന്ന്, ഒരിക്കൽ പറയും ചായയിൽ മധുരം വേണമെന്ന്. നീ അവനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഒരു വട്ട് തള്ളനെയാണ് നമുക്ക് ഇവിടെ കാവൽ നിർത്തിയിട്ട് അവൻ പോയിരിക്കുന്നത്. ഇക്ക, നിങ്ങളുടെ അമ്മായിക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ബന്ധമില്ലാത്ത പോലെ വർത്താനം പറയണ്. അമ്മായിക്ക് ഒന്നുമില്ലല്ലോ. ഇനി അമ്മായിനെ നന്നായി നോക്കിട്ടാ. അമ്മായിക്ക് വയസ്സായതാണ്. നിങ്ങൾ നോക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഒന്നും ആവണ്ട. അതുകൊണ്ട് അമ്മായിനെ നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണമൊക്കെ നേരത്തിന് കൊടുക്കിട്ടാ. പിന്നെ സലാമക്ക് അവിടെ വന്നാ വരും. അവിടെ 18 ലക്ഷം കൊണ്ടു തരും. മില്ലത്തെ കളക്ഷൻ പൈസയാണേ, അത് വാങ്ങി എടുത്തു വെക്ക്. 18 ലക്ഷമാ എൻ്റെ കയ്യിലാ. ശരി, ഞാൻ എടുത്തു വെക്കാം. ഇവളുടെ കയ്യിൽ പൈസയൊക്കെ കിട്ടാൻ തുടങ്ങി. ഇവളുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ മേടിക്കണം. എന്നിട്ട് വേണം ആ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനും ഇവിടെ കുറേ കടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇവൾക്ക് വേണ്ടിയിട്ട്. എന്തായാലും പൈസ കിട്ടട്ടെ, എന്നിട്ട് ചോദിച്ചിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. കുറച്ച് പൈസ ഞാനും കൊണ്ടുപോവാം. അതിനെന്താ അപ്പോൾ? ശരി. ഇനി ഒരു വിലസും ഞാൻ. സലാമിക്കയാ? ഇതിലേ 18 ലക്ഷം രൂപയുണ്ടേ. ഇതിവിടെ തരാൻ പറഞ്ഞു മുജീബ്. ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന്. അവൻ വിളിച്ചാ പറയ്. ഇരിക്കണില്ലേ? ഇല്ല, പോട്ടെ. ശരി. ഇതിനു വേണ്ടിയല്ലേ നീ എന്നെ കൊന്നത്? അമ്മായി, അമ്മായി, അമ്മായി എന്തെങ്കിലും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ കുട്ടി അതിൽ മധുരം ഇട്ടിരിക്കുന്നത്? നിന്നെ കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഷുഗറാണ്, മധുരമില്ലാത്ത ചായ വേണമെന്ന്. നീ പോയിട്ടേ മധുരമില്ലാത്ത ചായ എടുത്തിട്ട് വാ. എന്നാ മധുരമില്ലാത്ത ചായയാ? ഇപ്പം തന്നെയല്ലേ മധുരം വേണം പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തത്. എന്താ ഈ കുട്ടി ചായ കഴിച്ചപ്പോ ഓടുന്നത്? അമ്മായി, അമ്മായി വീണാ? ഇനിയിപ്പോ ആ തവണയും കൂടി നോക്കണ? അതൊന്നും അല്ലമ്മ, ഞാൻ പറയുന്നതൊന്നും മുഴുവൻ കേൾക്കുമ്മ. അമ്മായി വീണിട്ടൊന്നുമില്ല, അമ്മായി അവിടെ തന്നെ ഉണ്ട്. ഞാൻ പറയണത് കേൾക്ക്. അമ്മായി മധുരമില്ലാത്ത ചായയല്ലേ കുടിക്കുക? പിന്നെ മധുരമില്ലാത്ത ചായ കൊടുത്തപ്പോ മധുരം ഇടാൻ പറഞ്ഞില്ലേ? പിന്നെ ഞാൻ മധുരം ഇട്ട് കൊടുത്തില്ലേ? അപ്പൊക്ക് സലാമക്ക് വന്നു ഈ പൈസ തന്നിട്ട് ഞാൻ വാതിലടച്ചിട്ട് ഉള്ളിക്ക് വരുന്ന സമയത്ത് അമ്മായി എന്നെ കൊണ്ട് പറയണേ, ഇതിന് വേണ്ടിയല്ലേ നീ എന്നെ കൊന്നതെന്ന്. ഞാൻ ശരിക്കും പേടിച്ചു പോയിമ്മ. അതിന് എനിക്ക് തോന്നിയതായിരിക്കും വേണ്ടേ, നീയല്ലേ അയാളെ കൊന്നത്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അതുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കും. അമ്മായിക്ക് എന്തോ കുഴപ്പമുണ്ടമ്മ. ഞാൻ പറഞ്ഞില്ലേ ആ തളയ്ക്ക് വട്ടാണ്ടി. പിന്നെ ഞാൻ അമ്മായിന്ന് വിളിച്ചപ്പോ അമ്മായിണ്ട് മധുരമില്ലാത്ത ചായ കൊണ്ടുവരാൻ എന്നോട് പറയാ. വീണ്ടും ചായ ചോദിച്ചെങ്കിൽ ചായ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ അവരെ വിളിച്ച് പറയും. ഭ്രാന്താണെങ്കിലും വട്ടാണെങ്കിലും നമുക്കൊരു തുണ അതന്നെയല്ലേ ഉള്ളൂ. മുജീബ് വരുന്നവരെ ഈ തളനെ സഹിക്കുക തന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്താ കാട്ടുക? ആ ചായ വേഗം ഇട്ട് കൊടുത്ത് പോയിട്ട്.